തകർന്നതോടെ നേപ്പാളിൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധി. മിന്നൽ പ്രളയത്തിൽ 20-ലേറെ പാലങ്ങളാണ് തകർന്നത്. 2 പാലങ്ങൾ തകർന്ന് ഒരു ഗ്രാമമാകെ മുങ്ങിപ്പോയ റസുവാദേവി ഘാട്ടിൽ നിന്ന് ആദിൽ പാലോട് ചേരുന്നു. ആദിൽ വിശദീകരിക്കുകയാണ് അവിടുത്തെ സാഹചര്യം. കേൾക്കാം. നേപ്പാളിൽ മിന്നൽ പ്രളയം തുടച്ചു നീക്കിയ ഒരു ബസാറിലാണ് റിപ്പോർട്ടർ ടിവി സംഘമുള്ളത്. ഇവിടുത്തെ 2 പാലങ്ങളാണ് പ്രളയത്തിൽ കുത്തിയൊലിച്ചു പോയത്. അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഇരുമ്പ് പാലം ഇവിടെ കാണാം. റസുവയിലാണ് ഈ അപകടമുണ്ടാകുന്നത്. റസുവയ്ക്കടുത്തുള്ള ദേവി ഘാട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. ഒരു പാലം ഒന്നാകെ പൊളിഞ്ഞു പോയിരിക്കുന്നു. ഒരു പാലം മാത്രമല്ല, 20-ലധികം പാലങ്ങൾ ഈ മിന്നൽ പ്രളയത്തിൽ നശിച്ചു എന്ന കണക്കാണ് നേപ്പാൾ സർക്കാരിനുള്ളത്. ഇവിടെ ഉണ്ടായിരുന്നത് 2 പാലങ്ങളാണ്. അതിലൊന്ന് ഇരുമ്പ് പാലമാണ്, രണ്ടാമത്തേത് കോൺക്രീറ്റ് പാലമാണ്. കോൺക്രീറ്റ് പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഇല്ല എന്ന് നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാഠ്മണ്ഡുവിൽ നിന്നും അതിർത്തി മേഖലയിലേക്ക് പോകുന്ന ഒരു പാത ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ആകെ ചെളി നിറഞ്ഞിരിക്കുകയാണ്. എത്ര ആഴത്തിൽ, എത്ര ഉയരത്തിൽ വെള്ളം വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നേപ്പാൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു പ്രദേശവാസി നമുക്കൊപ്പമുണ്ട്. ये क्या हालत था? ये कितने ब्रिज था यहाँ पहले? यहाँ 2 ब्रिज था, एक कंक्रीट का, एक स्टील का था. यहाँ बहुत बड़ा एक बाजार था यहाँ पर. पहले उधर मंदिर बाजार. ये उस टाइम जहाँ हुआ ना, उस टाइम कितने लोग यहाँ पे था? कितने 400-500 लोग इधर बस. 500-ലധികം 400-500 ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് ഇവിടെയുള്ള ഒരു പ്രദേശവാസി പറയുന്നത്. ഏതായാലും സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ നേപ്പാൾ കടന്നു പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പൂർണ്ണമായും മനസ്സിലാക്കി തരുന്ന ദൃശ്യമാണിത്. ചില ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു കൊടുത്താൽ, രക്ഷാപ്രവർത്തനത്തിനായി ചിലരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തെയൊക്കെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അറിയാം. വീടിന്റെ 2ാം നിലയിലേക്കും 3ാം നിലയിലേക്കുമൊക്കെ ചപ്പു ചവറുകൾ, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ രൂപത്തിൽ വലിയ കെടുതി പല ഭാഗങ്ങളിലായി ഉണ്ടായി. റസുവയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റസുവയിലെ ദേവി ഘാട്ട് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ വെച്ച് വലിയ തോതിൽ മണ്ണ് കയറുകയും ചെളി കയറുകയും കുത്തിയൊലിക്കുകയും ചെയ്തതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഒരു ദൃശ്യം കൂടി കാണിച്ചാൽ, അതിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു കടയുടെ ബോർഡ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും, അതായത് ചെളി ഇപ്പോൾ എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യമാണത്. ഒരു കടയുടെ ബോർഡിനോളം, അതായത് അവിടെ ഒരു കടയുണ്ടായിരുന്നു, അത് ഇരുന്നു പോയിട്ടുണ്ട്. അത്രയും വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ദുരന്തം അത് നാശം വിതച്ചിരിക്കുന്നു. അതിന്റെ കെടുതിയിൽ നിന്ന്, ഞെട്ടലിൽ നിന്ന് നേപ്പാൾ ഇതുവരെ മുക്തമായിട്ടില്ല. അതാണ് ആദിൽ പറഞ്ഞതുപോലെ. ആദിൽ തുടരണം, മറ്റു വിവരങ്ങൾ കൂടി നമുക്ക് വേണം. എന്തായാലും ഇപ്പോൾ കാണുന്ന ദൃശ്യമുണ്ടല്ലോ, ഒരു പ്രദേശത്തിന്റെ ആകെ രൂപരേഖ തന്നെ മാറി മറിഞ്ഞ ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് ആദിൽ പാലോടും അതുലും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പുണ്ട്. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ലഭിക്കുന്നു. തൃശൂരി ബസാർ മേഖലയിൽ കൂടി ആദിൽ എത്തിയിരിക്കുകയാണ്. ആദിൽ, ഈ തൃശൂലി ആ ഒരു നദിയിലേക്കൊക്കെ ആ പ്രളയജലം കുത്തിയൊലിച്ചെത്തി ആ പ്രദേശമാകെ മുച്ചൂടം മുടിച്ചങ്ങ് കൊണ്ടുപോയ മഹാപ്രളയം, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ വലിയൊരു പ്രളയത്തിന് സാക്ഷ്യമാകുകയാണ് കാലം.